ഹായ് ഫ്രണ്ട്സ്, അസ്ലാം വലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കാത്തിരുന്നാൽ കിട്ടും എന്നുള്ള നമ്മൾ കാത്തിരുന്നാൽ തീർച്ചയായിട്ടും അത് നമുക്ക് കിട്ടും എന്നുള്ള ഉറപ്പുള്ളൊരു കാര്യം എന്താണ്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വന്നു പോയിട്ടുണ്ടാവും. പക്ഷേ ഞാൻ പറയുന്നു, നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നത് അതല്ലെങ്കിൽ എന്തായാലും എനിക്ക് അത് വരും, എനിക്കത് കിട്ടും എന്ന് ഉറപ്പുള്ള ഒരൊറ്റ കാര്യമുള്ളൂ: മരണം. അതാണത്. നമുക്ക് പ്രവചിക്കാൻ കഴിയും. എന്താണ്? ഞാനൊരിക്കൽ മരിക്കും എന്നുള്ളത്. മരണം എന്നെ തേടി വരും എന്നുള്ളത് നമുക്ക് ഷുവറാണ്. അതെപ്പോൾ എങ്ങനെയെന്നുള്ളതല്ല, ഒരിക്കൽ തീർച്ചയായിട്ടും അത് നമ്മളെ പിടികൂടുക തന്നെ ചെയ്യും എന്നുള്ളത്. ഇനി ഇതിൽ വേറൊരു തമാശ എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ളവർ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ, ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് സ്വാഭാവികമായിട്ടും ഒരു അസൂയ തോന്നും, അല്ലേ? നമ്മളൊരു നല്ല നിലയിൽ ജീവിക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ നല്ലൊരു പൊസിഷനിലെത്തി കാണുമ്പോൾ, അവർക്ക് നല്ല മാർക്ക് കിട്ടുമ്പോൾ, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ലക്ഷ്യത്തിലെത്തി നമ്മൾ നന്നായിട്ട് ജീവിക്കുമ്പോൾ മറ്റുള്ള ആളുകൾക്ക്, ചുറ്റുമുള്ള ആളുകൾക്ക് നമ്മളോട്, പ്രത്യേകിച്ച് നമ്മളോട് ഏറ്റവും അടുത്ത ആളുകൾക്ക്, ബന്ധുക്കൾക്ക് നമ്മളോടൊരു അസൂയൊക്കെ തോന്നും. അവരെങ്ങനെയെങ്കിലും നശിച്ച് കാണണമെന്നൊക്കെ അവർ ആഗ്രഹിക്കും. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ. എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ബൈ ദ ബൈ പറഞ്ഞു വന്നത് അതല്ല. അങ്ങനെ അസൂയപ്പെടാത്ത ഒരു കാര്യം എനിക്കും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന, അതല്ലെങ്കിൽ അവർക്കത് കിട്ടരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ: മരണം. അതായത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അയ്യോ അവർ മരിച്ചല്ലോ, എനിക്കും മരിക്കായിരുന്നു, എനിക്ക് എന്തുകൊണ്ടാണ് മരണം കിട്ടാത്തത് എന്ന് ചിന്തിച്ചുകൊണ്ട് ആരും സങ്കടപ്പെടില്ല. ആർക്കും അസൂയയും തോന്നില്ല. അയ്യോ അവർ മരിച്ചു, ഞാനെന്താ മരിക്കാത്തത്, എനിക്കും മരിക്കണം എന്ന് അസൂയയും ആർക്കും തോന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ തേടി വരുമെന്ന് ഉറപ്പുള്ളതും മറ്റുള്ളവർക്ക് നമ്മളോട് അസൂയ തോന്നാത്തതുമായിട്ടുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ: അതെന്താണ്? മരണമാണ്. ഇനി ഒന്ന് നമ്മൾ ചിന്തിച്ച് നോക്കൂ കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.